സ്ഥിരം മറ്റേ പണ്ട് ഇടയ്ക്ക് സൈക്കോ പടങ്ങളൊക്കെ ഇറങ്ങിയിരുന്നല്ലോ, അതേപോലത്തെ ജോണറൊക്കെ തന്നെയാണ്. അല്ല ഭയങ്കര വേറെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല, പക്ഷെ കൊള്ളാം, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളെ ഈ സസ്പെൻസ് ത്രില്ലറൊക്കെ കാണുന്നവർക്ക് ഇഷ്ടപ്പെടും, അല്ലാതെ എല്ലാവർക്കും കയറി കാണാമെന്നുള്ള പടമൊന്നുമല്ല. ഫാമിലി ആൾക്ക് ചില ഇങ്ങനത്തെ ഇതിൽ കാണുന്നവർക്ക് ഇഷ്ടപ്പെടും, അല്ലാത്തവർക്ക് കാണാൻ ഒരിത് കാണൂല. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. സ്ഥിരം നല്ല ഒരു സൈക്കോ മറ്റേതാണ്. വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മ്യൂസിക്കൊക്കെ സ്ഥിരം ഉള്ള ജോണർ തന്നെയാണ്. പിന്നെ കുഴപ്പമില്ല, വിജയാൻ്റണി കൊള്ളാം, നന്നായി ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ഥിരം മറ്റേ പണ്ട് ഇടയ്ക്ക് സൈക്കോ പടങ്ങളൊക്കെ ഇറങ്ങിയിരുന്നല്ലോ, അതേപോലത്തെ ജോണറൊക്കെ തന്നെയാണ്. അല്ല ഭയങ്കര വേറെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല, പക്ഷെ കൊള്ളാം, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇല്ല അങ്ങനെയൊന്നുമില്ല, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ജോണറാണ് എനിക്കിഷ്ടം. നല്ല ലീഡിങ് ആണ്, അങ്ങനെയൊന്നുമില്ല, മെസ്സേജ് ഒന്നും. കൊള്ളാം, ബാർഗൻ കൊള്ളാം. വിജയ് ആൻ്റണിയുടെ പടം ഒരു വെറൈറ്റി സ്റ്റോറി ആയിരിക്കും. പുള്ളി എടുക്കുന്ന എല്ലാ ഒരു സ്ക്രിപ്റ്റും അത് തന്നെ ഇതിലും നല്ലൊരു പടമാണ്, നല്ലൊരു സ്റ്റോറിയാണ്, നല്ലൊരു സസ്പെൻസ് ത്രില്ലറാണ്. ഒരു വെറൈറ്റി ഇതുണ്ട്, പുതു വ്യത്യാസമല്ല, എല്ലാം സെയിം സ്റ്റോറി ആയ ആ സെയിം ത്രില്ലർ തന്നെ, ഒരു റിവെഞ്ച് പോലത്തെ ഒരു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊള്ളാം. പിന്നെ ഒരു പുതിയ പയ്യൻ അഭിനയിച്ചിട്ടുണ്ട്, അവൻ്റെ ആക്ടിങ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പടത്തിൽ വിജയ് ആൻ്റണിയുടെ ആക്ടിങ് എല്ലാ പടത്തിലും അഭിനയിക്കുന്ന പോലെ മാറ്റമില്ല, ഒരു വെറൈറ്റി ഇല്ല. പക്ഷേ കഥ നല്ല രീതിയിൽ കൊണ്ടുപോയി, ഡയറക്ഷനൊക്കെ കൊള്ളാം, നല്ല കഥയാണ്, സ്ക്രിപ്റ്റ് കൊള്ളാം. നമ്മളെ ഈ സസ്പെൻസ് ത്രില്ലറൊക്കെ കാണുന്നവർക്ക് ഇഷ്ടപ്പെടും, അല്ലാതെ എല്ലാവർക്കും കയറി കാണാമെന്നുള്ള പടമൊന്നുമല്ല. സസ്പെൻസ് ആയിട്ട് പടം കാണുന്ന ക്രൈം ഇത് ഇൻവെസ്റ്റിഗേഷൻ പടം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. ആ പടം വർത്താണ്. പടം കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. ഫസ്റ്റ് കുറച്ച് ട്വിസ്റ്റും ഇതെല്ലാം ഉണ്ട്, അങ്ങനത്തെ ഒരു ഇതാണ്. സിനിമ കൊള്ളാം, വെറൈറ്റി ഇല്ല, സെയിം ഒരു മിനിറ്റ് ഇത് തന്നെ. എന്നുവെച്ചാൽ എല്ലാത്തിലും കാണുന്ന പോലെ, ഇപ്പോൾ ഇറങ്ങാനും കാണുന്ന പോലെ ഒരിത് ഉള്ള സിനിമയാണ്. എടുത്തു പറയാൻ അങ്ങനെയൊന്നുമില്ല, നമ്മൾ സെയിം കാണുന്ന പോലത്തെ രീതിയിലുള്ള ഒരു പടം തന്നെ. ഫാമിലി ആൾക്ക് ചില ഇങ്ങനത്തെ ഇതിൽ കാണുന്നവർക്ക് ഇഷ്ടപ്പെടും, അല്ലാത്തവർക്ക് കാണാൻ ഒരിത് കാണൂല.